ലൈംഗിക ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായി പാലക്കാടെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മുൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യറുടെ വീട്ടിലാണ് രാഹുൽ എത്തിയത്. 38 ദിവസങ്ങൾക്ക് ശേഷമാണ് MLA മണ്ഡലത്തിലെത്തിയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാട്ടോട്ട് തിരിച്ചത്. രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ MLA ഓഫീസിന് സമീപത്തുണ്ടായിരുന്നു. അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന കണക്കിലെടുത്ത് MLA ഓഫീസിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. KSU ജില്ലാ അധ്യക്ഷൻ നിഖിലും യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. സേവ്യറുടെ വീട്ടിൽ നിന്ന് രാഹുൽ ഇറങ്ങിയെങ്കിലും MLA ഓഫീസിലേക്ക് പോകുന്നില്ലെന്നാണ് സൂചന. മറ്റു പരിപാടികളിൽ പങ്കെടുക്കില്ലെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിലെത്തുമെന്ന് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് BJP നേതാവ് C കൃഷ്ണകുമാർ പറഞ്ഞു. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല. MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. ഷാഫി പറമ്പിലിന് പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് DYFI നേതാവ് AK ഷാനിബും പറഞ്ഞു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും. പ്രതിഷേധങ്ങൾക്കൊപ്പം DYFI ഉണ്ടാകുമെന്നും ഷാനിബ് പറഞ്ഞു. നിയമസഭയിലെത്താത്ത രാഹുൽ മണ്ഡലത്തിലെത്താൻ സജീവമായി തയ്യാറെടുക്കുകയാണെന്ന് സൂചന ലഭിച്ചിരുന്നു. നിയമസഭയിൽ ആദ്യ ദിനം മാത്രമാണ് രാഹുൽ പങ്കെടുത്തത്. സഭയിലെത്തരുതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ താക്കീത് മറികടന്നാണ് രാഹുൽ സഭയിലെത്തിയത്.